എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പെസഹ ദിനമായിട്ട് ഈശോയുടെ അന്ത്യത്താഴവേളയുടെ ഓർമ്മ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണല്ലേ. കുടുംബങ്ങളിലെല്ലാം പ്രാർത്ഥനകളും അപ്പം മുറിക്കലും എല്ലാം ഇന്ന് ആചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പെസഹ ദിനത്തിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് മെസ്സേജസ് നമുക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന്, യോഹന്നാൻ 13-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് അതിൻ്റെ ഓർമ്മ നമ്മളിന്ന് ആചരിക്കുന്നത് പെസഹ ദിവസമാണ്. അതായത് നമ്മൾ ദേവാലയത്തിൽ കാണുന്നുണ്ട് ആ ശുശ്രൂഷ. നമ്മൾ ഈശോ ചെയ്തതുപോലെ തന്നെ ഒരു താരത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചറയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നത് നമ്മൾ വിശുദ്ധ കുർബാനയിലും അനുസ്മരിക്കുന്നുണ്ട്. അതായത് ഈശോ പറയുന്നുണ്ട്, അവിടെ ഒരു മാതൃക ഈശോ നമുക്ക് നൽകുന്നത് എന്താണ്? എളിമയുടെയും വിനയത്തിൻ്റെയും ഒരു മാതൃക ഈശോ അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. തൻ്റെ അധികാരത്തിൽ നിന്ന് താഴ്ന്നിറങ്ങി തൻ്റെ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പാദങ്ങൾ വരെ കഴുകി താഴ്ന്നു കൊടുക്കുന്നവനായ ഒരു ദൈവത്തെയാണ് അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്. എളിമയുള്ള ഒരു ഹൃദയം, അല്ലെങ്കിൽ വിനയത്തിൻ്റെ ഒരു ഹൃദയവുമായി ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന മാതൃകയാണ് ഈ ലോകത്തിന് ഈശോ നൽകുന്ന സന്ദേശം. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. പിന്നെ ഈശോ പറയുന്നുണ്ട്, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവനല്ല, അതുപോലെ ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല എന്നുള്ള ഒരു സന്ദേശം അവിടെ നൽകുന്നുണ്ട്. അതായത് എത്രമാത്രം ഒരു മനുഷ്യന് താഴ്ന്നിറങ്ങാവോ, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാവോ, അത്രമാത്രം വിനീതനായ ഒരു എളിമയുടെയും വിനീതമായ മാതൃകയാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് വഴി ലോകത്തോട് പറയുന്നത്. ഇനി രണ്ടാമത്തെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ത്യത്താഴ വേളയിലാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. തൻ്റെ ശരീരവും രക്തവും പരിശുദ്ധ കുർബാന വഴി അവിടുന്ന് മനുഷ്യർക്കായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ അപ്പം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവന് നിത്യജീവനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈശോയുടെ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈശോ പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ഈ ശരീരരക്തങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന വഴിയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവന്, അതായത് ഈശോയുടെ ശരീരവും രക്തവും കൈക്കൊള്ളുന്നവനിൽ ഈശോയും അവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈശോ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവന് നിത്യജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരു നാളും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന വഴിയാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് അന്ത്യത്താഴ വേളയിൽ ഈശോ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെസഹ ദിനത്തിൽ, പെസഹ എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും നല്ലൊരു പെസഹ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവാനും, അതുപോലെ ഈശോയുടെ സജീവ സാന്നിധ്യമായ പരിശുദ്ധ കുർബാന, അതായത് ഈശോ എന്ന് പറയുക അന്ത്യത്താഴവേളയിൽ മനുഷ്യനായി നൽകപ്പെട്ടിരിക്കുന്നത് തൻ്റെ ശരീരവും രക്തവും ഈശോ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ പരിശുദ്ധ കുർബാന വഴിയാണ്. അത് ഏറ്റവും ഭക്ത്യാദരങ്ങളോടെ ഉൾക്കൊള്ളുവാനും ഈ ഏറ്റവും ഭക്ത്യാദരങ്ങളോടെ കൈക്കൊള്ളുവാനും എല്ലാവർക്കും കഴിയട്ടെ. അതുവഴി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരപ്പം മുറിക്കൽ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവാൻ ഈ പെസഹ ദിനത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ ടോപ്പിക്ക് നിർത്തുന്നു. അപ്പോൾ നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.